Good morning, son. Good morning. Hmm. മതിയോ? മോർണിംഗ് അമ്മ. Good morning, Sid. ഈ കാലി ഏറ്റി വെച്ച് മാത്രമേ കാപ്പി കുടിക്കാൻ പറ്റുള്ളൂ. കാല് മാത്രല്ല ചന്തിയുണ്ട്. Hari, what's happening in the world of programming? Well, Google designed a new Dart language that they hope would become the next vernacular of web programming like the JavaScript. Also, there's a significant difference between അതെ, the... അച്ഛയ്ക്ക് വല്ലതും മനസ്സിലാവുണ്ടോ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച്? ഇല്ല. പിന്നെന്തിനാ ഈ കോൺവെർസേഷൻ? അച്ഛാ, നമ്മൾ ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പോഴും നമ്മുടെ ബോഡിയിൽ നിന്നും എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട്. യു ടോക്ക് ലെസ്, യു ലിവ് മോർ. ഏയ് പിങ്കി ബൂ. മോർണിംഗ്. ഐ ആം ഫൈൻ. ഡാഡ്സ് നോട്ട് റിയലി ഫൈൻ ദോ. കുളിക്കാ. പല്ല് വെച്ചിട്ടുണ്ട്. ഓക്കെ, സീ യു. സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ. ഒന്ന് എണീറ്റ് പോണ്ടോ? അച്ഛക്കല്ല, എനിക്കാ. Good morning, Uncle. Good morning, Harry. Good morning. Ma, where's my other chappal? Did you see it? അതെന്റെ ചെരുപ്പാണ്. Hello. Hey, baby. How are you? I'm good. ഇത് പുറകിലേക്ക് വലിക്കണോ? Yeah, yeah. എന്റെ മുറി ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നേരെ ചേച്ചിയോട് അങ്ങോട്ട് കയറണമെന്ന് പറയണം. ഹരി വരുന്നോ? ഇല്ല. अबे बोला ना, बाद में बात करता हूं. हाँ ठीक है, अभी तू फोन रख.
സിംഗ എന്നിട്ട് എല്ലാരും കരഞ്ഞു. ആ സാം കരഞ്ഞോ? നോ, ലവ്ലി. സിമി ഹാപ്പി സീൻ അല്ലേ? ബഡി ഹലോ. Hello guys, how's it going? All set, Pratibha? All set. Everybody having a good time? Yeah. I know, Hari. എനിക്കറിയാം ബാത്റൂമിലെ പൈപ്പിന് ലീക്ക് ഉണ്ട്, ഹാൻഡ് വാഷ് ഹാഫ് ബോട്ടിൽ ഉള്ളൂ. പക്ഷേ this is not a meeting to discuss all that. Sorry. Also, punctuality will be appreciated. Please turn up on time for our meetings. Yep. I have some good news for the entire team. നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത ഫങ്ഷണൽ MRI data processing software has been approved by both the US and the European Medical Council. എന്നെ ഇപ്പോൾ പീറ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. He has given special congratulations for the Embedded Solutions team members. We at Camot should be proud of ourselves. Hey Sam, Hey. Yes, we'll party tonight. No problem. അതിലെ വോക്സൽ കോറിലേഷൻ പ്രോഗ്രാം ഡിസൈൻ ചെയ്ത ഹരികൃഷ്ണന് സ്പെഷ്യൽ മെൻഷൻ ഉണ്ട്. ഇൻഫാക്ട് പീറ്റർ ഹരിയോട് നമ്മുടെ സാനോസെ ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീടാണ് പുള്ളി ഹരിയുടെ ഫിയർ ഓഫ് ഫ്ലൈങ്ങിനെ പറ്റി ആലോചിച്ചത്. ഹരിക്ക് പിന്നെ പറക്കാൻ പേടിയാണോ? ബട്ട് ഹരി, you'll have to attend a conference in Trivandrum. തിരുവനന്തപുരം വരെയല്ലേ ഉള്ളൂ ഹരി. It's not like we are sending you to the US or anything. but sir, No buts, and please don't call me sir. ഇത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് ആണ്. And the main topic of discussion will be the program that you have created. And who better to explain the program than the creator? See, I'll let you know the dates. And remember one thing, Hari. Tonight's party is in your honor. And you better be there. Son, for a change, chicken? പിന്നെ it was really nice. ഇവന്റെ ഡാൻസ് ആണ് ഹായ് Hello uncle. കഴിക്ക്. Hello auntie. Oh, hungry. It was nice dance. കഴിക്ക്. Try-ആ? കോൾഡ് ആണല്ലോ ആന്റി. ഇന്നലത്തെയാ? ഡാ, എവിടെയായിരുന്നു? ഒരു പാർട്ടി ഉണ്ടായിരുന്നു. തന്ത്രയില്ലേ ക്ലബിലെ ഓ, നൈസ് പ്ലേസ്, നൈസ് ലോട്ട് ഓഫ് ആളിപ്പോ ക്ലബിലുണ്ടായിരുന്നു. ക്ലബിലോ? സം ഓഫീസ്, സം പാർട്ടി സംതിങ്, ആൻഡ് ഹി വാസ് മേക്കിംഗ് എ ഗേൾ ക്രൈ. ഈശ്വരാ, ഇവൻ ഈ പെണ്ണുങ്ങളുടെ ശാപമൊക്കെ എവിടെ കൊണ്ട് വെക്കൂ? Internet, stay connected in a jet. Wi-Fi podcast, blasting out at SM.
എനിക്ക് സർവാംഗം തളരുന്ന പോലെ തോന്നി. 36 ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ ദൂരേക്കെങ്ങും പോവാറില്ലേ. പേടിക്കാനൊന്നുമില്ല. ഇത്രേ ഉള്ളെങ്കിലും ഇത്രേ ആക്കി പറയുന്നവനാ മൊയ്തീൻ. എന്റെ ബാഗ് ആ ട്രെയിനിൽ പോയി. എന്താ? എനിക്ക് ട്രിവാൻഡ്രത്ത് കിട്ടിയോ? പൊടിമീനാ സാറേ, വേണോ? ഓ വേണ്ട, ഭാര്യയ്ക്ക് ഒന്നും വയ്ക്കാനറിയില്ല സാർ. ഈ കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ എപ്പോഴാ? കോഴിക്കോട്ടേക്കല്ലേ? കോഴിക്കോട്ടേക്ക് ഒരുപാട് ട്രെയിനുണ്ട്, പക്ഷെ ഒന്നും ഇവിടെ നിർത്തില്ല സാറേ. സാറേ എന്റെ ബാഗ് ആ ട്രെയിനിൽ പോയി. എന്നിട്ട് താനെന്താ കയറി പോവാഞ്ഞേ? ഞാൻ എന്ത് വേടോ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. ഞാൻ എന്താ ചെയ്യാ? എന്നോടാണോ ചോദിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, അത് സാറിരിപ്പുണ്ട്, ഒരു പരാതി എഴുതി കൊടു. ആ ട്രെയിൻ നമ്പർ, കോച്ച് നമ്പർ, സീറ്റ് നമ്പർ, ബാഗിന്റെ കളറും. തനിക്ക് ഭാഗ്യം ഉണ്ടായി കിട്ടും. ചെല്ലേ. സർ, കൊല്ലത്തുനിന്ന് കോഴിക്കോട്ടേക്ക് വണ്ടി കിട്ടും. പക്ഷേ കുട്ടിക്ക് തിരുവനന്തപുരത്തേക്കല്ലേ പോകേണ്ടത്? സാറിനെ സേഫാക്കി വിട്ടിട്ടേ ഞാൻ പോകണുള്ളൂ. ഹലോ ചേട്ടാ. ഹലോ. ഒന്ന് കൊല്ലം വരെ പോണം. കൊല്ലോ? 1000 രൂപ. കോയമ്പത്തൂർക്കല്ല ചേട്ടാ, കൊല്ലത്തേക്കാ. മാക്സിമം പോയാ 250 രൂപ തരും. നിങ്ങൾ കൊല്ലത്തേക്കോ കോയമ്പത്തൂർക്കോ എങ്ങോട്ട് വേണേലും പോക്കോ. പോണെന്നുണ്ടെങ്കിൽ ഓട്ടക്കാശ് തന്നെ. 400. ഹർത്താലാണ്, തിരിച്ച് ഓട്ടോ ഒന്നും കിട്ടൂല. എന്നെ ഒന്ന് ഉറങ്ങാൻ വിട്. സാരമില്ല, കാശ് ഞാൻ കൊടുത്തോളാം. കാര്യം നടക്കട്ടെ. വാ വാ കയറ്. കറിക്കോ കറിക്കോ. കയറ് സാറേ വേഗം. ഇവിടെ ഇറങ്ങിക്കോ. നേരെ എങ്ങ് പോയാ റെയിൽവേ സ്റ്റേഷനായി. ഇവിടെ ഇറങ്ങാൻ കേറുമ്പോ അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇയാൾ വണ്ടി വിട്. ഈ വഴി പോയാൽ റോഡൊക്കെ കേടാണ്. ഇതുവഴി നടക്കാനുള്ള ദൂരമുള്ളൂ. ഇവിടെ അടുത്താ എന്ന് പറഞ്ഞ എങ്ങനെയാ? സാരമില്ല, നമുക്ക് ഇവിടെ ഇറങ്ങാം. പകുതി കാശ് തരൂ. ഞാൻ കൊടുക്കാം. വേണ്ട, എടുത്തു വെച്ചിരിക്കല്ലേ. മുഴുവനും ഉണ്ട്. അപ്പൊ പോട്ടെ മാഡം. ഗുഡ് നൈറ്റ്. ഹർത്താലായതുകൊണ്ട് ട്രെയിനൊക്കെ ലേറ്റ് ആവും. എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. നമുക്കേ KSRTC സ്റ്റാൻഡ് വരെ ഒന്ന് പോയി നോക്കിയാലോ? എന്ത് ഹർത്താല്? ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സർക്കാരിന്റെ വാഹനം. ഞാൻ കീഴരാം. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചേട്ടൻ വണ്ടി ഓടിക്കോ. ആൾക്കാർ ഇവിടെ നിന്ന് മെനക്കെടല്ലേ? നിങ്ങൾ എന്തായി പറഞ്ഞു? വണ്ടി ഓടിക്കണം. ശമ്പളം എന്തിനാണോ? വേഗം എന്തെങ്കിലും ചെയ്യ്. ഒന്നും രണ്ടാളോ. കുറച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ വണ്ടി വരും, അതിലോട്ട് കയറിക്കോ. അവിടുന്ന് ചിലപ്പോ കോഴിക്കോടിനോ മറ്റോ വണ്ടി കിട്ടും. നിങ്ങൾ എന്തെന്ന് പറയണം മിസ്റ്റർ. ഇത് ഇത്ര ആൾക്കാർ എന്തെന്ന് പറ. ഞങ്ങൾ കുറെ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്താ സാറേ നിങ്ങൾ എന്തെന്ന് പറയണം. ഞങ്ങൾ എത്ര നേരം ഇവിടെ നോക്കി. ഇവിടെ ഇരിക്കാം. ബസ് വരാൻ വൈകും. ഇരുന്നോളൂ, ഇരിക്കൂ.
ഈ വെപ്രാളത്തിനിടയ്ക്ക് എൻ്റെ ഫോൺ എവിടെയോ പോയി. ഫോൺ നമ്പർ അറിയോ? ഞാൻ വിളിച്ചു നോക്കാം. ഫോൺ നമ്പർ 94469 63 543. This number does not exist എന്നാണല്ലോ. ഓ, ഇനി നമ്പർ തെറ്റിയോ? എന്തായാലും അത് പോയി. എങ്കിൽ പിന്നെ വീട്ടിലെ നമ്പർ പറയൂ. വീട്ടിലെ നമ്പർ 0495 273 563. ഇതൊരു ശബ്ദം മാത്രമേ കേൾക്കണുള്ളൂ. ഓ, അത് മറന്നു. ആ നമ്പർ ഫോൾട്ടാ. പോരുമ്പോൾ വിളിച്ച് പറയാനും വിട്ടുപോയി. സാരമില്ല, ഞാൻ അങ്ങോട്ടല്ലേ പോകുന്നത്. വേറെ ഏതെങ്കിലും നമ്പർ? വേറെ മൊയ്തീൻ്റെ നമ്പർ. ഈ മൊബൈൽ വന്നേ പിന്നെ ഒരു നമ്പരും തലേ നിൽക്കുന്നില്ല. 98 460 33 288. 33288 ആണോ 88332 ആണോ? രണ്ട് നമ്പർ ഒന്ന് വിളിച്ചു നോക്ക്. ചാർജ് പോയി. ഏയ്, ഫോണൊന്നും തന്നെ. ഏത് ഫോൺ? തന്റെ ഫോൺ. എനിക്ക് ഫോണൊന്നുമില്ല. എന്താ? എനിക്ക് ഫോണില്ലാന്ന്. എന്താ ഫോണിൽ പറഞ്ഞേ? 36 ശ്വാസം മുട്ടൽ കുറച്ച് കൂടുതലാണെന്ന്. എന്നാൽ പിന്നെ എന്തെങ്കിലും വന്നാൽ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞാൽ അത് കേൾക്കില്ല. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അതെ, ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. എന്താ പേര്? വാട്ട്സ് യുവർ നെയിം? ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ. ഓ, ഇത് ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് പരിചയപ്പെട്ടതാ. പേര് നാരായണി. പക്ഷെ നാണിന്ന് വിളിക്കണം. എവിടെയാ സ്ഥലം? എറണാകുളം. എറണാകുളം. ഓ, സമയം എത്രയായി? 4:50. എത്ര? 4:50. അയ്യോ, എന്തു പറ്റി? എന്താ? 1 2 അതോ കുളിക്കാനോ? എടുക്കണോ തൂറണോ അതോ കുളിക്കണോന്നോ? 2 രൂപ. ചില്ലറതാ? ഇല്ല. എന്നാ ബാക്കി. അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. എന്തുണ്ട്? അപ്പി. അപ്പിയോ? ഏതപ്പി? എന്തൊക്കെ ഇയാൾ പറയുന്നു? ആളുകൾ
വണ്ടിയിൽ കൂടെ കയറിക്കേ ചേട്ടാ, ഇവിടെ കയറിക്കേട്ടാ, രണ്ടുപേരും കയറിക്കണേ. ഹലോ മയിര് പണിയായി. എന്തു പറ്റി? വണ്ടിയുടെ ആക്സിഡന്റ് ഒടിഞ്ഞു, ഇനി പോകത്തില്ലാട്ടാ. അടുത്ത വണ്ടി വരുമോ ആർക്കറിയാം, വന്നാ പോകാം. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നോക്കട്ടെ. ഹലോ ഹലോ, ഇങ്ങനെ ഞങ്ങൾ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വിട്ടാൽ എങ്ങനെയാ? നിങ്ങൾ എന്നെ വേറെ വണ്ടി അറേഞ്ച് ചെയ്ത് തരണം. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കോഴിക്കോട് എത്തണം. അതിന് വല്ല കപ്പൽ മാർഗവും പോണ്ടി വരും. നേരെ നടന്ന കായല. ആ ഹലോ, ആ അതെ, വണ്ടിയുടെ ആക്സിഡന്റ്. നമുക്കൊന്ന് നടന്നു നോക്കിയാലോ? വാ. എന്താ ഇരുട്ട്? കൊള്ളാലോ, ടോർച്ചൊക്കെ ഉണ്ടോ? എപ്പോഴും എടുക്കാറുണ്ടോ? എപ്പോഴൊന്നുമില്ല, ഇരുട്ടത്ത് മാത്രമേ ഉള്ളൂ. എത്ര നടക്കണം? നടന്നാൽ എവിടെ എത്തും? ഒരു പിടിയില്ല. നമുക്ക് നോക്കാം. എന്തു പറ്റി ചേട്ടാ, അക്കരയ്ക്ക് പോയാ ഏതെങ്കിലും വണ്ടിയോ വല്ലതും കിട്ടുമോ? ഇന്നോ? ആ, ചിലപ്പോ ആശുപത്രിയിലോട്ട് പറഞ്ഞ വല്ല വണ്ടിയും കാണും. എങ്കിൽ ചേട്ടാ ഞങ്ങളെ ഒന്ന് അക്കരയ്ക്ക് കൊണ്ടുപോവോ? ഇത് കടത്തുവെള്ളമല്ല, ഞാൻ മീൻ പിടിക്കുന്ന വെള്ളമാ, ഇതിൽ കയറാൻ പറ്റത്തില്ല. ഒന്ന് സഹായിക്ക് ചേട്ടാ, മീൻ പിടിക്കാൻ ഞങ്ങളും കൂടാ. ഓ, അതൊന്നും ശരിയാകത്തില്ല. അല്ല, എന്തെങ്കിലും തരാൻ സഹാവേ? കാരണവർക്ക് ബുദ്ധിയുണ്ട്. മൂന്നുപേരും കയറിക്കോ. ആസുവേ, കയറഴിക്കേ. ഞാൻ വരുന്നില്ല. വരണ്ട, ആരപ്പം വരാൻ പറഞ്ഞേ? ചേട്ടാ, ഈ വഞ്ചിക്ക് എന്ത് ഭാരം കാണും? എന്ത്? ഈ വഞ്ചിക്ക് എന്ത് ഭാരം കാണും? ഞാൻ തൂക്കി നോക്കിയിട്ടില്ല. എന്ത്? അല്ല, ഞാനും കൂടെ കയറിയത് മുങ്ങു. കഷ്ടം. ഇന്ന് പിന്നാമ്പുറത്തൂടെയാണ്. കള്ള്. ഇവിടെ നല്ല കപ്പയും മീൻകറിയൊക്കെ കിട്ടും. താ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വരാം. ഞാനും വരുന്നുണ്ട്, എനിക്ക് വിശന്നിട്ട് വയ്യ. ബാ. ഇവിടെ ഇരിക്കാം. ഇത് മെഗാ സീരിയലാ, ഫാമിലി പാക്കാ. തത്തമ്മേ. എന്താ കഴിക്കാനുള്ള? കള്ളുണ്ട്. അതല്ല, കപ്പയും മീനും അതുപോലെ എന്തെങ്കിലും. ആഹാ, അതാന്നോ? മീൻമുട്ടയുണ്ട്, കൊലത്തുണ്ട്, പൊടിമീനുണ്ട്, പള്ളത്തിയുണ്ട്, കപ്പയുണ്ട്, പിന്നെ പാലപ്പൂവുണ്ട്. എനിക്കൊരു കപ്പയും മീൻകറി. സാറിനോ? 2 കപ്പയും മീൻകറി. സാറിനെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അതെന്താ വേണ്ടാത്തേ? നിർബന്ധിക്കണ്ട. ചേട്ടാ, വേഗം താ. രാജേഷേ, 2 കപ്പയും മീൻകറി. എവിടെന്നാ? കോഴിക്കോടിനടുത്ത് വരെ പോണം. ഹർത്താലല്ലേ, കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തപ്പെട്ട് പോയിന്ന് വേണമെങ്കിൽ പറയാം. ഓ, ഞാൻ ഓർത്തു ഈ പന്ന ഷാപ്പ് എങ്ങനെ കണ്ടുപിടിച്ചെന്ന്. ചൂലേ. അവിടുന്ന് ഒളിച്ചു വരുന്നത്.
ഇപ്പോ എത്ര ദൂരം വന്നിട്ടുണ്ടാവും? ദൂരം എന്ന് പറയുമ്പോൾ ഫർലോങ്ങോ കിലോമീറ്ററോ അതോ പഴയ ആൾക്കാർ പറയുന്ന പോലെ കാതോ? കാതോ ആ എന്ന് പറഞ്ഞ ചെവിയല്ലേ? ചെവിയല്ല, കാതം. കാതം കേട്ടിട്ടില്ലേ? ഈ 1000 കാതം അകലെയാണെങ്കിലും മായാതെ മെക്ക മനസ്സ് നിപ്പൂ. ഒരു കാതം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 16 കിലോമീറ്റർ. തെറ്റി. എന്ത്? മക്കയ്ക്ക് ഇവിടുന്ന് വെറും 4060 കിലോമീറ്ററിലേ ഉള്ളൂ. 1000 കാതം എന്ന് പറഞ്ഞാൽ 16000 കിലോമീറ്റർ. പോവാം. പക്ഷെ എങ്ങോട്ട്? നമുക്ക് വടക്കോട്ടല്ലേ പോകേണ്ടത്. വടക്കേതാന്ന് എങ്ങനെ അറിയും? മൂപ്പരെയാണെങ്കിൽ ഒട്ട് കാണാനും ഇല്ല. ഇതെന്താ സ്ക്രൂ ഡ്രൈവർ സാധനങ്ങളൊക്കെ ആയിട്ട്? ഇതെന്താ മാൻ വേഴ്സസ് വൈൽഡോ? മാൻ വേഴ്സസ് വൈൽഡ്. അതെന്താ? അത് ബെയർ ഗ്രിൽസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളുടെ ടിവിയിൽ വരുന്ന ഷോ ആണ്. ഈ കയറ്റമൊക്കെ കയറാൻ പറ്റുമോ സർ? ഒരുപാട് കുന്നും മലയും കയറിയിട്ടുള്ള ശരീരമാണ്. എന്താ സാർ ഓടിയത്? നീ ഇട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇട്ടിട്ടുണ്ടോടാ? ഡാടാ ഇട്ടിട്ടുണ്ടോന്ന്? എന്ത്? ഷഡ്ഡി ബോക്സർ ഇട്ടിട്ടുണ്ട്. കാണിച്ചു കൊടുക്കടാ എന്നതാ ചെയ്യേണ്ടത്. അനീഷേ എഴുന്നേക്കടാ, അങ്ങോട്ട് മാറി നിൽക്കടാ, അഴിക്കടാ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്നാത്രടാ നീ ഓടിയത്? അനീഷേ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം സാർ. എന്നതാ ഞാൻ ചോദിക്കുമ്പോ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഈ ബാഗിൽ എന്നാടാ? അത് അനീഷേ താടാ. ഇവനൊരു മെഡിക്കൽ റെപ്പാന്നാ തോന്നുന്നു സാറേ. ആണോടാ? ഒറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ. എണീക്കടാ പോലെയാടി മോനെ. അഴിക്കടാ അഴിക്കടാ റപ്പേ. ആഹാ ഇതുവഴി പോയാ കോട്ടയത്ത് എത്താവുന്ന ഒരാൾ പറഞ്ഞു. അതാ ഇതിലേ വന്നത്. എടോ അനീഷേ സാർ, ഇതുവഴി പോയാ കോട്ടയോ? ഇതുവഴി പോയാ മൂന്നാറ്, തേനി, കമ്പം, പിന്നെ കുറച്ചുകൂടി പോയാ ബംഗാൾ ഉൾക്കടല്. ഓവറാ കേട്ടോ. സാർ,
ആളാരാ? മോന. അപ്പോ താനാരാ? മോള? ഞാൻ അതെ. ഇന്നിനിപ്പോ എങ്ങനെ കോഴിക്കോട് വരെ എത്തും? അത് കൊല്ലത്തുനിന്ന് ഇതുവരെ എത്തിയില്ലേ, അതുപോലെ. കോട്ടയം വരെ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട്. എന്താ പോണോ? എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കം തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്ത് നോക്കിയേ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സർ. ആക്ഷൻ! പിതാവായ ദൈവമേ, അങ്ങയെ കാണുവാനായി പൊന്നും മീറിയും കുന്തിരിക്കവുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. പാപികളുടെ മോചനത്തിനായി അങ്ങയുടെ മുഖത്ത് ഇതാ വന്നു കഴിഞ്ഞു.